NEP ദേശീയ വിദ്യാഭ്യാസ അനുസൃതമായി തന്നെയാണ് PM ശ്രീ എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൂടിയാണ്. ശ്രീത്ത് ഇവിടെ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ വന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ്, ഇടതുപക്ഷ നയം നടപ്പാക്കുക എന്നത് മനസ്സിലാക്കാൻ EMS 1967 പറഞ്ഞത് പഠിക്കണം. മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗ്ഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുമുള്ളത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കൂടി അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ പോയി എന്നല്ല. ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് പോലും ഇതുവരെ പോകാത്തൊരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ഭരണപരമായി സാധിച്ചതുമല്ല എന്ന് പറഞ്ഞാൽ LDF നയം LDF സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല എന്ന് വിചിത്രവാദം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. എം വി ഗോവിന്ദൻ NEPക്ക് എന്താണ് കുഴപ്പമെന്ന് പറയുകയാണ്. ശ്രീത്ത്, പോയ 4 വർഷങ്ങൾ ഇത് മൊത്തം RSSന്റെ പ്രചാരവേലയാണ്, RSSന്റെ അജണ്ട നടപ്പാക്കാനുള്ള പ്രൊപ്പഗണ്ട പണിയാണ് എന്ന് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരുന്ന എന്ന് പഠന ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പീപ്പിൾസ് ഡെമോക്രസിയിലും ദേശാഭിമാനിയിലും ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് രാഷ്ട്രീയ മറുപടിയാണോ നമ്മൾ കേട്ടതൊക്കെ? ശ്രീത്, ഹാഷ്മി, AK സെൻട്രൽ കേട്ടത് താത്വികമായ മറുപടിയാണെങ്കിൽ ഇവിടെ CPIയുടെ സംസ്ഥാന ആസ്ഥാനത്ത് നടന്നത് ഒരു അല്പം കാവ്യാത്മകമായ മറുപടിയാണ്. ഇത് രണ്ടും തമ്മിൽ പ്രായോഗികമായി പുലബന്ധം പോലുമില്ല. ഈ രണ്ടുപേരും അത്തരത്തിലൊരു പ്രായോഗികവാദികളുമല്ല. എം വി ഗോവിന്ദൻ പോലീസ് മർദ്ദനം നടക്കുമ്പോഴുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഈ കേരളത്തിൽ LDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ LDF പൂർണ്ണമായി അധികാരത്തിലിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഭരണകൂടം അപ്പോൾ പൂർണ്ണമായും മാറുന്നില്ല, അതിൻ്റെ മർദ്ദനോപാധികളും മറ്റും അതേപടി നിലനിൽക്കുകയാണ് എന്ന ഒരു വിദണ്ഡവാദമാണ്, അല്ലെങ്കിൽ പാർട്ടി ക്ലാസുകളിൽ ഉന്നയിക്കാവുന്ന ഒരു വാദമാണ് എം വി ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താതെ. അതേ വാദത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ് ഇപ്പോൾ LDF സർക്കാർ കാര്യത്തിൽ 67 EMS പറഞ്ഞത് കേൾക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതായത് സർക്കാർ LDFിൻ്റെ ആണെങ്കിലും പൂർണ്ണമായി LDF നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത പരിമിതി ഉണ്ട് എന്ന് താത്വികമായി പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ ആഷ്മി സൂചിപ്പിച്ച പോലെ നാളിതുവരെ ഊറ്റം കൊണ്ടിരുന്ന വർഗീയ വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസത്തിനെതിരായ വിമർശനം, ഈ കാര്യങ്ങളൊക്കെ അപ്പടി വിഴുങ്ങിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഉയർത്തുന്ന വിദണ്ഡവാദങ്ങൾക്കപ്പുറത്തേക്ക് ഈ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമോ ഉന്നയിച്ച വാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വസ്തുത. CPI തർക്കത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാകും എന്ന് പറഞ്ഞാൽ, CPMന് അറിയാത്തതല്ല LDFിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് CPI എന്നറിയാത്തതല്ല. CPI പരസ്യമായി എതിർപ്പുന്നയിക്കുമ്പോൾ അവരെ ഒരു മേശയ്ക്ക് ഇരുപുറം വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഒന്നുമല്ലെങ്കിൽ CPIയുടെ വിയോജിപ്പോടെ MOയിൽ ഒപ്പിടുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത് CPIയുടെ രാഷ്ട്രീയ അഭിമാനത്തിന് വേണ്ടതാണെന്ന് അറിയാത്തതല്ല CPM. ഒന്നും ഉണ്ടായില്ല, ഒരു രാത്രി അങ്ങ് ഒപ്പിട്ടു, ആരും അറിഞ്ഞില്ല, CPI പോലും അറിഞ്ഞില്ല. ഇപ്പോൾ CPIയുടെ മുഖപത്രത്തിൽ എഴുതുന്നത് ഒപ്പിട്ടു എവിടെയോ കേട്ടമട്ടിൽ എഴുതേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാവുന്നു. ഈ തർക്കത്തിന്റെ CPI തർക്കത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാകും ശ്രീ? ഹാഷ്മി, CPI തർക്കം ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണകാലത്തും അല്ലാത്തപ്പോഴും വളരെ സജീവമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇടവേളകളിലെല്ലാം ഇത്തരം CPI തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ പൂരം കലക്കൽ വിവാദത്തിലും ഒപ്പം തന്നെ ബ്രൂവറി വിഷയത്തിലുമാണ് CPMഉം CPIയും ഏറ്റുമുട്ടിയത്. അതിൻ്റെ പരിണതി എന്താണ് എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ബ്രൂവറി വിഷയത്തിൽ CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിൽ നടന്ന യോഗത്തിൽ വെച്ചാണ് CPIM ബ്രൂവറിയുടെ വഴിയിലേക്ക് CPIയെ വഴി നടത്തിച്ചത്. അതായത് കുടിവെള്ളത്തിന് പ്രശ്നമില്ലാതെ, കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന് പ്രശ്നമില്ലാതെ പദ്ധതി നടപ്പിലാക്കുമെന്ന് CPIയെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മടങ്ങിയത്. അതുപോലെ തന്നെ ഒരു സമവായം ഇക്കാര്യത്തിൽ ഉരുത്തിരിയണം എന്ന് CPIM ആഗ്രഹിക്കുന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എങ്കിൽ പോലും സാഹചര്യം അടുത്തു വരുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ട് മുതൽ ഇങ്ങോട്ട് ജില്ലാ പഞ്ചായത്ത് വരെ CPIയുടെ കക്ഷികൾക്ക് പ്രതിനിധികൾക്ക് ജയിച്ചു വരണമെങ്കിൽ CPIMന്റെ സഹായം അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ്. അപ്പോൾ അവർക്ക് അത്തരമൊരു സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള അവരുടെ സമ്മർദ്ദം കൂടി പാർട്ടി നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സമവായത്തിൻ്റെ ഫോർമുല എവിടെയെങ്കിലും വെച്ച് കണ്ടെത്താൻ ഇരു പാർട്ടികളും നിർബന്ധിതരാകും. അങ്ങനെ ഒരു ഫോർമുല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുമെന്ന പ്രതീക്ഷയിലാണ് CPIM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുടെ നിലപാടിൽ കടികട പോലും വ്യത്യാസമില്ല എന്ന് പറയുന്നത്. എന്നാൽ CPI ആകട്ടെ സമവായത്തിന് ഒരു വഴി തുറക്കാൻ വേണ്ടി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിലെ ഒരു ഭാഗത്തിൽ പ്രതീക്ഷയോടെ കാണുകയും ചെയ്യുന്നു. ശ്രീത്താണ് എം വി ഗോവിന്ദന്റെ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 1000 കോടി 1000 ചില്ലുവാനം കോടി നമുക്കുണ്ട്, അത് കിട്ടാൻ വേണ്ടി ഒപ്പിടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ധാരണാപത്രം ഒപ്പിട്ടാൽ ഉടനെ ഇന്ന് രാത്രി 1158 കോടി 13 ലക്ഷം ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നതിനർത്ഥമില്ല. അതും ഗഡുക്കളായി ഘട്ടം ഘട്ടമായിട്ടാണ് വരിക. അത് എപ്പോൾ തന്നെ കിട്ടും എന്ന കാര്യം അറിയില്ല. അപ്പോൾ നമ്മുടെ വാർഷിക ബജറ്റ് വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മളെടുത്ത കടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 1000 കോടി ഒരു വലിയ തുകയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആ 1000 കോടിക്ക് വേണ്ടി പോയ 4-5 വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന പ്രഖ്യാപിത ഇടതുപക്ഷ നയം
ഇല്ലാതാക്കി ആ നയത്തിലേക്ക് ഒപ്പിടാൻ പോയി എന്ന് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്ങനെയാണ് അത് പ്രതിപക്ഷം അതിനെ കാണുക എങ്ങനെയാണ് അതിന്റെ മുന്നോട്ടേക്ക് പോക്ക്, അതിൽ വ്യക്തത ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.